അതുപോലെ തന്നെ കർത്താവിന്റെ അലക്സ് വെട്ടിക്ക് മറ്റേ സഹോദരങ്ങൾ സഹോദരന്മാർ കുഞ്ഞുങ്ങളെ അവർക്ക് കൂടി കർത്താവായി സ്നേഹവന്ദനം. ദൈവം നമ്മെ സഹായിപ്പാൻ സൂക്ഷിപ്പാൻ കർത്താവിന്റെ വിശ്വസ്തതായി അനുഭവിച്ചറിയാൻ ദൈവം സഹായിച്ചില്ല. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളൊക്കെ വളരെ ആത്മീയ സംഗമം നമ്മെ സഹായിക്കുകയും ശക്തി ബലപ്പെടുത്തുകയും ചെയ്തത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്താൽ ബലപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിനാൽ ബലം പ്രാപിച്ച ദൈവമക്കൾ ഹല്ലേലൂയ. സ്തുതിസ്തോത്രങ്ങളുടെ കർത്താവിന് മഹത്വം കൊണ്ടുകൊണ്ടതാണ്. ഹല്ലേലൂയ. കർത്താവിനോട് ഒരു വലിയ റിഫ്രഷിംഗ് നമുക്ക് ലഭിച്ചാണ് ഇന്നത്തെ ആരാധനയ്ക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ വാസ്തവമായി ഉയർത്തുവാനാകണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. 17-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ ഹെഡിങ്ങിൽ തന്നെ ഓർപ്പിക്കുന്നു, ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളെന്ന് ഹെഡിങ്ങിൽ തന്നെ ഓർമ്മിച്ചിട്ടുള്ള 5 സങ്കീർത്തനങ്ങൾ നാം കാണുമ്പോൾ അതിനകത്തൊക്കെയുള്ള ആദ്യത്തെ ആണ് 17-ാമത്തെ സങ്കീർത്തനം. മോശയുടെ സങ്കീർത്തനം 90-ാമത്തെ സങ്കീർത്തനം ഉൾപ്പെടെ 5 സങ്കീർത്തനം ഇങ്ങനെ കാണാൻ കഴിയും. 90, 102, 142 ഉൾപ്പെടെ ആകെ 5 പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ കാണുവാണെങ്കിൽ പ്രാർത്ഥന ഹെഡിങ് തന്നെ കാണുന്ന സ്തോത്രം. ദാവീദിന്റെ സങ്കീർത്തനം അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനെന്ന് നാം ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനത്തിലൂടെ ഓർപ്പിക്കുമ്പോൾ എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. വളരെ ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നുള്ളത് നമുക്കൊരു ബലമായിരിക്കും. കഥാനന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധിക്കുമ്പോഴൊക്കെ സങ്കീർത്തനക്കാരൻ തന്നെ ഓർപ്പിക്കുന്നത്, എന്റെ ഹൃദയത്തെ ഞാൻ ദൈവത്തിൽ പകരുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഓർപ്പിക്കുന്നത് അവരുടെ ഉള്ളം ദൈവത്തിൽ പകരുന്നതാണ്. ഹൃദയത്തെ പകരുന്ന, ഉള്ളത്തെ പകരുന്ന, അവൻ ഹൃദയത്തെ ദൈവത്തിൽ വാസ്തവമായി പകരുന്ന അനുഭവങ്ങൾ പ്രാർത്ഥന അനുഭവങ്ങളാകുമ്പോൾ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇത് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തുവാൻ നോടെ ഞാൻ ഓർപ്പിക്കുന്ന വിഷയം ഓർപ്പിച്ച കഥാവിദാസൻ പ്രാർത്ഥനയ്ക്ക് അവൻ ആഹ്വാനം ചെയ്തപ്പോൾ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞ വിഷയം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റ് പല ബിസിനസ്സുകൾ നടന്നു കഴിഞ്ഞാൽ ഇത് അങ്ങ് എത്തത്തില്ല. ഇവിടെ വീണ്ടും ഞാൻ ജസ്റ്റ് റിമൈൻഡ് യു അഗെയിൻ ടു നോട്ട് റീച്ച് ദേർ അൺലെസ് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ പകർന്ന്, നമ്മുടെ ഉള്ളത്തെ ദൈവത്തിൽ പകർന്ന്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, എന്നാൽ മാത്രമേ ഇത് നമ്മുടെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിന്റെ ഉള്ളങ്ങളിലേക്ക്, ഹൃദയങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ചെല്ലത്തോളം ഒരിക്കൽ കൂടി പ്രാരംഭത്തിൽ തന്നെ ദൈവത്തെ ഞാൻ ഓർമ്മിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 8 മാസമാണ് ദൈവത്തിന് സൂക്ഷിപ്പിക്കുക. 2015 സഹായിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ ഓർത്ത് നോക്കുമ്പോൾ എണ്ണിക്കൂടാനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട്, നന്മകൾ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നമ്മുടെ ശ്രദ്ധ അവൻ ദൈവസ്ഥലിൽ തന്നെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഉപകാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്തു. അനുഗ്രഹിക്കാൻ പാട്ടുകൾ പാടി ദൈവത്തെ സഹായിച്ച വാഴ്ചയിലേക്ക് സ്തോത്രം ചെയ്തു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. 17-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം ദൈവത്തില് ന്യായത്തെ കേൾക്കുവാൻ ദൈവത്തോട് നിലവിളിക്കുന്ന സങ്കീർത്തനക്കാരൻ തന്റെ പ്രാഗൽഭ്യം അവിടെ ഓർമ്മിക്കുന്നുണ്ട്. കപടമില്ലാത്ത അധരം കൊണ്ടുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നമ്മുടെ പ്രാർത്ഥന ചെവിക്കൊള്ളാതെ പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് അവൻ വേണ്ടത്തരത്തിലുള്ള മറുപടി ലഭിക്കാതെ ഇരിക്കുന്നെങ്കിൽ ദൈവങ്ങൾ ഓർക്കുക. ഇന്ന് രാത്രിയില് അഭിപ്രായ സമയത്ത് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന വിഷയമുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ അവൻ എന്റെ കർത്താവ് എന്റെ യാതന കേൾക്കുകയില്ലായിരുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. അവൻ സങ്കീർത്തനത്തിന്റെ പല ഭാഗത്ത് ഓർപ്പിക്കുമ്പോൾ ഇന്നത്തെ നാം വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ ഉപയോഗിക്കുന്നു. അവൻ വളരെ പ്രാഗൽഭ്യത്തോടെ ഓർപ്പിക്കുന്ന വിഷയം, കപടമില്ലാത്ത അതിഥികളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ, ശ്രദ്ധിക്കണമേ. ഇന്ന് നമുക്കും അങ്ങനെ പറയുവാൻ കഴിയണം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നാം നമ്മെ തന്നെ ശോധ ചെയ്യുമ്പോൾ
അത് ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഈ പ്രാരംഭ സമയത്തിൽ തന്നെ അവൻ രാത്രിയിൽ ഈ ഒരു ആരംഭ സമയത്തിൽ തന്നെ ദൈവത്തോടെ നിലവിളിക്കുക. നമ്മുടെ കപടങ്ങൾ, അവൻ കാപഠ്യങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി. ഓ ഹല്ലേലൂയ, ദൈവത്തിൽ വാസ്തവമായി അനുഗ്രഹം പാർപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ച് നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ല, എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹൃദയത്തെ ശോധന ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം രാത്രികാലങ്ങളിൽ സന്ദർശിക്കുന്ന, ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം രാത്രിയിലുള്ള സന്ദർശനം. അക്ഷരീയമായ ഒരു വിഷയം, ദൈവിക സന്ദർശനം ലഭിക്കുന്ന ദൈവമക്കളുടെ രാത്രിയിലും സ്തോത്രം. രാത്രിയിലും പകലും ഒക്കെ നാം എപ്പോഴും പ്രിപ്പയർഡായി ദൈവിക സന്ദർശനം, ദൈവിക നമുക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്തോത്രം, നമ്മെ ഒന്ന് സന്ദർശിച്ചാൽ നമ്മോട് കൃത്യമായി സംസാരിപ്പാൻ താല്പര്യപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി എപ്പോഴും നാം ഒരുങ്ങിയിരിക്കുന്നത് നല്ലതാകുന്നില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രിയിലെ പലപ്പോഴും നമുക്ക് വളരെ ഭയപ്പെടുന്ന സമയങ്ങളുള്ള രാത്രി കാലങ്ങളിലെ പകലത്തെ ബന്ധപ്പാടുകളൊക്കെ കഴിഞ്ഞ് രാത്രി പോയി വിശ്രമിക്കുന്ന സമയമാണ്. ജോലിയുടെ ബന്ധപ്പാടുകളൊക്കെ കഴിഞ്ഞ് രാത്രി വിശ്രമിക്കാൻ പോകുന്നു. അവൻ ഉറക്കത്തിന് പലരും പല ഡ്യൂറേഷൻ അല്ലെങ്കിൽ ദൈർഘ്യങ്ങൾ എടുക്കുന്നുണ്ട്. 5 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. പല രീതിയിൽ ഉറക്കത്തിനായ സമയം കണ്ടെത്തുന്ന സ്തോത്രം. അവൻ അത്യാവശ്യം ഉറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, നമുക്ക് അത്യാവശ്യമായ നമ്മുടെ ശരീരത്തിന് ബോഡിക്ക് ആവശ്യമായ സമയം നാം ഉറങ്ങിയേ മതിയാകുള്ളൂ. നമ്മുടെ ഡോക്ടർ സ്ഥാനം പലരും ചോദിക്കുമ്പോൾ അഡ്വൈസ് ചെയ്യാറുള്ള വിഷയം വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ വിഷയമാണ്. അത് നമുക്ക് വിശ്രമം വേണ്ടതിനെ കുറിച്ച്, ഉറക്കം വേണ്ടതിനെ കുറിച്ചൊക്കെ ഓർപ്പിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച കൂട്ടത്തിൽ വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ അതിന്റെ എന്താ അദ്ദേഹം അത് വീണ്ടും അതിങ്ങനെ പലരോട് ഓർമ്മിച്ച വിഷയം ഞാൻ എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ രാത്രി കാലങ്ങളിൽ നാം വിശ്രമിക്കുമ്പോൾ ഉറങ്ങുവാനായിട്ട് സമയം കണ്ടെത്തുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തില് ബ്ലഡിൽ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിന് റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്, RBC ആൻഡ് WBC. ഈ WBCയുടെ ജോലി നമ്മുടെ ശരീരത്തിന് വേണ്ട ഡിഫൻസ് സിസ്റ്റം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് വർക്കിംഗ് ആസ് എ സോൾജർ, ഒരു പട്ടാളക്കാരെ പോലെ നമുക്ക് വേണ്ടി സേവ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് കൂടെ നമ്മെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കൂടെ ഈ ബ്ലഡിലെ WBCക്കുണ്ട്. ഒന്നുകൂടെ ഓർപ്പിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു മുറിവുണ്ടായിരിക്കും, ചെറിയൊരു മുറിവ് നമ്മുടെ കരങ്ങളുണ്ടായി കഴിഞ്ഞാൽ നാം അല്പനേരമൊക്കെ വിശ്രമിച്ച് കഴിയുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഈ കയ്യില് ആ മുറിവിനോട് ചേർന്ന് ചിലപ്പോൾ കൈ അല്പം നീര് വെക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആദ്യം നമുക്ക് ചില ഒരുപക്ഷെ തോന്നി കഴിഞ്ഞാൽ ഈ മുറിവ് കുറച്ചുകൂടെ സീരിയസ് ആകുവാണോ എന്ന് തോന്നായിരിക്കും. എന്നാൽ ഡോക്ടറെ ഓർപ്പിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് ഈ WBCയുടെ ഒരു ജോലിയുണ്ട്, അതിന്റെ ഡിഫൻസീവ് സിസ്റ്റം, ആ മുറിവ് ഉണക്കുവാനുള്ള ഡിഫൻസ് സിസ്റ്റം അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സന്ദർഭങ്ങളാകുന്നു. വീണ്ടും നാം പ്രവൃത്തി കുക്കിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ ഈ നീരങ്ങ് വലിയുന്നതായിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അത് വളരെ ആക്റ്റീവായിട്ട് അടുത്ത പ്രവൃത്തിയിലേക്ക് നീങ്ങാം. നാം ഇപ്പോൾ 7-8 മണിക്കൂറൊക്കെ പകൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ആക്റ്റീവാണ്, നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലാണ്. എന്നാലേ ഈ വിശ്രമ സമയത്ത്, രാത്രി ഉറങ്ങുന്ന സമയത്ത് പ്രൈസ് ഗോഡ്, അപ്പോൾ ഇതിന്റെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ബോഡിയുടെ ഡിഫൻസീവ് മെക്കാനിസം ദൈവം തമ്പുരാൻ അതിൻ്റെതായ ക്രമീകരണങ്ങൾ നൽകിയിട്ടുള്ള ആ സൃഷ്ടിയുടെ മാഹാത്മ്യത്താൽ സൃഷ്ടിച്ചുള്ള ദൈവം തന്നെ അതിനായി ചില ക്രമീകരണങ്ങൾ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് പ്രൈസ് ഗോഡ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വലിയൊരു ദ്രുതകർമ്മസേനയെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം കൂടെ ഓർപ്പിക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് ഒറ്റ പറഞ്ഞത്, നിങ്ങൾ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റും, 2 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കാൻ, പനിയൊക്കെ മാറും, മരുന്നൊന്നും കഴിക്കേണ്ട, സ്വന്തം മരുന്ന് കഴിച്ചില്ലേലും 5 ദിവസം മരുന്ന് കഴിച്ചാലും 5 ദിവസം ചിലപ്പോൾ പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ബോഡിക്ക് ഒരു ഡിഫൻസീവ് മെക്കാനിസം ഉണ്ട് പ്രൈസ് ഗോഡ്. അപ്പോൾ അതിനെ നാം അനുവദിച്ചാൽ, സ്തോത്രം, പ്രവർത്തിപ്പാൻ അനുവദിച്ചാൽ, ഇപ്പൊ പറഞ്ഞ 6-7 മണിക്കൂർ പോലെ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഉറക്കസമയം കൂട്ടണ്ട, സ്തോത്രം. ഉറക്കസമയം കൂട്ടിക്കഴിഞ്ഞാൽ
ഇപ്പൊ 5:15 വരുന്നവരൊക്കെ വീണ്ടും ചിലപ്പോൾ 5:45 വരുന്ന സ്ഥിതിയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ അത് കൂട്ടാൻ വേണ്ടിയല്ല പറഞ്ഞു കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് മാത്രം ദൈവത്തിന്റെ ചില ഡിഫൻസീവ് മെക്കാനിസം നമ്മുടെ ശരീരത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അതിനുവേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് രാത്രി കാലങ്ങളിൽ പ്രൈസ് ഗോഡ് ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ സ്തോത്രം. പലപ്പോഴും രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരാത്ത അനുഭവങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ 6-7 മണിക്കൂറൊക്കെ അത്യാവശ്യം ഉറങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ രാത്രി ഉറങ്ങാത്ത അനുഭവങ്ങളുണ്ട്. സ്തോത്രം. വ്യത്യസ്ത രീതിയിലുള്ള ചിന്താമണ്ഡലത്തോട് കടന്നു പോകുമ്പോൾ രാത്രി ഉറങ്ങാൻ ഉറക്കം കിട്ടാത്ത അവസ്ഥ ഉണ്ട്. അത് പല കാരണങ്ങളുണ്ടാകാം. മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ കുഞ്ഞുങ്ങളുടെ വിഷയമാകും, അവരുടെ വിദ്യാഭ്യാസകരമാകാം, അവരെ തുടർന്നുള്ള അഡ്മിഷൻസ് ആകാം, അല്ലെങ്കിൽ അവർ പോകുന്ന ചില രീതികൾ അവർ താല്പര്യമില്ലാതെ മാതാപിതാക്കന്മാർ മനസ്സിൽ ഭാരപ്പെടുന്നുണ്ടാകാം. ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളാകാം. ബിസിനസ് നടത്തുന്ന കമ്പനി നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ട വിഷയങ്ങള്, അവർക്ക് ബിസിനസ് പ്രോഫിറ്റ് കിട്ടുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആകുലപ്പെട്ട് പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ. ഹല്ലേലൂയ. മനുഷ്യർക്ക് എല്ലാവർക്കും വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുന്നത്. ചിലപ്പോൾ ഉറങ്ങാൻ കഴിയാൻ വയ്യാത്ത അവസ്ഥ. ഇങ്ങനെ പല വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നത് പ്രധാനമായിട്ട് 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. രണ്ട് കാര്യങ്ങൾ. ഈ ശോധന ചെയ്യുമ്പോൾ ഒരു വലിയ പരീക്ഷയോടെ നടക്കുന്ന സ്തോത്രം. സംഘടനക്കാരൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്നു, നീ എന്നെ പരീക്ഷിച്ച ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ല. സ്തോത്രം. മാത്രമല്ല എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വാക്യത്തെക്കുറിച്ചുകൂടെ ദേവദാസ് സംസാരിക്കുകയുണ്ടായി. എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. പലപ്പോഴും സ്തോത്രം നമുക്ക് കഴിയാൻ വയ്യാത്തൊരു കാര്യമാണ് സ്തോത്രം. ഒരു ചിന്തകൻ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യർക്ക് പാമ്പിനെ മെരുക്കാൻ കഴിയുന്നുണ്ട്, മനുഷ്യർക്ക് സിംഹത്തെ മെരുക്കുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാല് യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന പോലെ അവരുടെ നാവിനെ മെരുക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇത് വന്ന് സംഭവിക്കുന്ന ചില ഗുണദോഷങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ചില വാക്കുകൾ കാരണം വായിൽ നിന്ന് പോയ വാക്കുകൾ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്ക് തിരിച്ചെടുക്കുവാൻ പറ്റാതിരിക്കുമ്പോൾ വായിൽ നിന്ന് പോയ ചില വാക്കുകൾ മുഖാന്തരവും നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? സ്തോത്രം. നമ്മുടെ വായിൽ നിന്ന് പോയ വാക്കുകൾ മാത്രമല്ല, തിരിച്ച് ഇങ്ങോട്ട് നാം കേൾക്കുന്ന വാക്കുകളായാലും മതി. പ്രൈസ് ഗോഡ്. നാം കേൾക്കുന്നതുകൊണ്ടും വരാം, നാം പറയുന്ന വാക്കുകൾ കൊണ്ടും ഉറക്കം കെടുത്തുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. ഒന്ന് സംഭവിക്കാറുള്ള വിഷയമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നുവെങ്കിൽ രാത്രി ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുവാൻ കഴിയും. അങ്ങനെ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയിൽ സ്തോത്രം നമുക്കൊരു ദൈവിക സന്ദർശനം നമുക്ക് വേണ്ടി വന്നാൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സന്ദർശിപ്പാൻ നമ്മുടെ അടുത്തുനിന്ന് വന്നാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ദുരുദ്ദേശം ഒന്നും കാണുന്നില്ലെങ്കിൽ സ്തോത്രം, പ്രൈസ് ഗോഡ്, നാം വായ കൊണ്ട് ലംഘനം ചെയ്യില്ല എന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കഴിയുന്നുവെങ്കിൽ പകൽ മൊത്തം പകൽ കഴിഞ്ഞ് രാത്രി ഉറങ്ങുവാൻ കഴിയുന്ന സമയങ്ങളല്ലോ, വിശ്രമിപ്പാൻ കഴിയുവാണല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ ശക്തമാണെന്ന് പറയുവാൻ കഴിയും. സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൈവനദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ശാന്തമായി വിശ്രമിപ്പാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോൾ മറ്റ് യാതൊന്നും കണ്ടെത്തുവാൻ കഴിയാതെ ഹല്ലേലൂയ വളരെ ശാന്തമായി വിശ്രമിപ്പാൻ കഴിയുന്ന അനുഭവങ്ങൾ. സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് ജീവിതത്തിലെ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ജീവിതത്തിലെ ചില വിധങ്ങളായ ഭാരങ്ങളായ വിഷയങ്ങൾ, വറി ചെയ്യുന്ന പല വിഷയങ്ങൾ, പേരൻസ് പറയുന്ന വിഷയം ഞാൻ ഓർപ്പിച്ചു, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഓർപ്പിക്കുമ്പോൾ സ്തോത്രം, അവരുടെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ
മാതാപിതാക്കൾ ഭാരപ്പെടുന്ന പക്ഷേ അവരുടെ കുഞ്ഞുങ്ങള് തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കണമെന്നുള്ള ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ട്. തക്ക സമയത്ത് അത് നടക്കാതെ പോകുമ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രികളുണ്ടാകും. വിധങ്ങളായ വിഷയങ്ങളുമായിട്ട് മനുഷ്യൻ നമ്മെ അലട്ടുമ്പോൾ ഉറക്കം അവൻ കെടുത്തിക്കളയുന്ന അവസ്ഥകളിൽ സ്തോത്രം പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന സ്തോത്രം പ്രൈസ് ഗോഡ്. ഈ അവസരങ്ങളൊക്കെ അല്പസമയം ദൈവത്തിലേക്ക് അവൻ ചെന്ന് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളേക്ക് ഒന്ന് പകർന്ന് സ്തോത്രം നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് അവൻ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് സ്തോത്രം പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് എല്ലാത്തിനും പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ എന്നെ അറിയിക്കത്രേ വേണ്ടുന്ന വചനപ്രകാരം ആ ദൈവത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് ദൈവത്തിന്റെ അവൻ വഴികൾക്കായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായിട്ട് സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ശാന്തമായി നമുക്ക് വിശ്രമിക്കാൻ കഴിയും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനങ്ങൾ ഹല്ലേലൂയ ആമേൻ. ദൈവം ഇറങ്ങി വരുന്ന സന്ദർഭം പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങളോടുകൊണ്ടും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നദിയോട് വിധങ്ങളായ വിഷയങ്ങൾ അവൻ മനുഷ്യനെ അലട്ടുന്ന വിഷയങ്ങളിൽ നിന്ന് അവൻ ദൈവത്തിന് വിടുതലായിട്ട് അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമ്മെ ആ ദൈവകരങ്ങളിൽ നമ്മെ ഫലമേൽപ്പിക്കാം. പ്രൈസ് ഗോഡ്. ചില രേഖകൾ നമുക്കെതിരായി വരുമ്പോൾ ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥകൾ നമുക്കില്ല. ഹിസ്കിയാവിനോട് പ്രവാചകൻ പറഞ്ഞു നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ ഗൃഹകാര്യങ്ങൾ അവൻ ക്രമത്തിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ദാനിയേലിനെതിരെ രേഖ എഴുതപ്പെട്ടു. രാജാവിനോടല്ലാതെ മറ്റൊരു ആരോടും അവൻ വിളിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയുന്നില്ല. ജീവിതത്തിൽ വിവിധ വിഷയങ്ങൾ കടന്നു വന്ന് നമ്മുടെ ശാന്തമായ അന്തരീക്ഷത്തേക്ക് എടുത്തു വന്നേക്കണം ശത്രുവായവൻ അവൻ പ്രവർത്തിക്കുമ്പോൾ പ്രൈസ് ഗോഡ്. ദാനിയേൽ ഒരു കാര്യം നിശ്ചയമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തില് അവൻ വളരെ ക്രമത്തോടെ ഉച്ചയ്ക്കും വൈകിട്ടും കാലത്തും ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിന്റെ സമയങ്ങളെ ചെലവഴിക്കുന്ന ദൈവത്തിൽ തന്റെ ഹൃദയങ്ങളെ പകരുന്ന ദാനിയേലിനെ സംബന്ധിച്ച ഈ എഴുതപ്പെട്ട രേഖകളൊന്നും പ്രൈസ് ഗോഡ് തന്റെ ഉറക്കെടുത്തില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. എന്തിന്? സിംഹത്തിന്റെ കൂട്ടിലിടപ്പെട്ടവരും മറ്റു പലരുടെയും ഉറക്കം കെടുത്തി. രാജാവിന്റെ ഉറക്കം കെടുത്തി. മാത്രമല്ല ആ സിംഹത്തിന്റെയും കൂടെ ഉറക്കം കെടുത്തി. എന്നാൽ ദാനിയേല് ശാന്തമായി ഉറങ്ങി. രാവിലെ വളരെ കാലത്ത് തന്നെ രാജാവ് വന്ന് നോക്കി തന്നെ നിന്റെ ദൈവം നിന്റെ സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിച്ചു വന്നേ. വായെന്ന് മാത്രമല്ല അവൻ സിംഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നു. വാദത്തിൽ തന്നെ കൈകൊണ്ട് അടിയടിച്ചാലെങ്കിലും പോയായിരുന്നു. അതുകൂടെ അനുവദിക്കാതെ ഒരു പോറൽ പോലും വെൽക്കാതെ വേണം സൂക്ഷിപ്പാൻ നിൽക്കണം. ദൈവം തന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയ ദൈവം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് വളരെ ശാന്തമായി സമാധാനമായി അവൻ ഉറങ്ങുവാൻ ഗുണം അവൻ കൃപ കൊടുത്തുവെങ്കിൽ പ്രൈസ് ഗോഡ്. ദൈവങ്ങളെ ദൈവത്തിലേക്ക് അവനൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഉള്ളിൽ ദുരുദ്ദേശമൊന്നുമില്ലാതെ ഈ ദിവസങ്ങളായിട്ട് നാം ഹൃദയത്തിലുള്ളത് തന്നെയാകട്ടെ അമേ നമ്മുടെ വായിൽ കൂടെ പുറത്തു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അമേ നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതായിട്ട് അവൻ വായിൽ നിന്ന് പുറത്തിലേക്ക് വരുന്ന ദുരുദ്ദേശം ഒന്നും ഉള്ളിലില്ലാതെ വണ്ണം അവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന അനുഭവങ്ങൾ, ശാന്തമായി വിശ്രമിക്കുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ. പിന്നെ മറ്റൊന്നും ഓർത്ത് വറിയേണ്ട വിഷയം വരുന്നില്ല. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ശക്തനാണ്. സ്തോത്രം. ആ പാഠപഠനത്തിലാണ് നാം ആയിരിക്കുന്ന ബോധ്യമുള്ളപ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്ദി ഓർത്തോ അവൻ നമുക്ക് വേണ്ടി ചിലപ്പോൾ മറ്റു പലരെ ഉറക്കം കൂടെ മാറ്റി ദൈവമാണ്, ഉറക്കം കിടുന്ന ദൈവമാണ്. ദാരിയാവേശിന്റെ ഉറക്കത്തെ രാത്രിയിൽ കെടുത്തിയാൽ ദൈവനദിയോടെ തോന്നി. മോർദെഖായിക്ക് അവൻ ഹാമാനുള്ള വിഷയത്തിൽ വളരെ ഭാരത്തിലൂടെ കടന്നുപോയി. അവൻ മോർദെഖായിയുടെ ഉറക്കം കെടുത്തുന്ന അവസ്ഥകളുടെ മുമ്പോട്ട് പോയപ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ അവൻ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി നിരവധാന പുസ്തകം കടന്നു കൊണ്ടുവരാൻ പറഞ്ഞത്. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സ്തോത്രം തന്റെ ജീവനെ രക്ഷിച്ച മോർദെഖായിക്ക് എന്തെങ്കിലും പകരം ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. നോക്കിയപ്പോൾ അന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവൻ അപ്പോൾ തന്നെ അവൻ ആ മൊർദെഖായിക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള പ്രവൃത്തിയെ രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം ഉണർത്തിച്ചതുകൊണ്ട്, രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയതുകൊണ്ട് ഹല്ലേലൂയ
ദൈവങ്ങളെ പരമാർത്ഥതയോടെ ഹല്ലേലൂയ ദുരുദ്ദേശം ഒന്നും ഉള്ളിലില്ലാതെ വേണം അവൻ ഹൃദയത്തെ ദൈവത്തിൽ പകർന്ന് നമ്മുടെ ഉള്ളത്തെ അവൻ ദൈവത്തിൽ പകർന്ന് ദൈവത്തെ നിലവിളിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന ദൈവം മറ്റ് പലരുടെ ഉറക്കത്തെ കരുത്തിയും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ വഴികളെ തുറക്കുന്ന ദൈവമാണ്. അത് അനുഭവിച്ച ദൈവങ്ങൾ കരങ്ങളെ ഉയർത്തി അവൻ കഴിഞ്ഞ കാലങ്ങൾ ദൈവം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങൾ വളരെ ശക്തമായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവത്തിൽ പകരണം. അവൻ ശോധന ചെയ്താൽ ദുരുദ്ദേശം ഒന്നും കാണാതിരിപ്പാൻ നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ അവൻ പ്രവൃത്തിയെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. ദൈവം നമ്മെ സഹായിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. 17-ാമത്തെ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 17 ദൈവത്തിന് സ്തോത്രം. വാക്കുകൾ ചുരുക്കുവാൻ സമയമാകുന്നു. രാത്രി വിശ്രമിച്ച് ശാന്തമായി ഉറങ്ങിയ പ്രിയപ്പെട്ടവരെ സ്തോത്രം. നീതിയിൽ നിന്റെ മുഖത്തെ കാണുവാൻ നിൽക്കണം. ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തരാകും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സാധാരണ ഉറക്കത്തിൽ ഉണരുമ്പോൾ സ്തോത്രം പ്രൈസ് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നിൽക്കണം. അവൻ ദൈവം സഹായിപ്പാൻ നിൽക്കണം. അവൻ പുതിയ ദിനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. വീണ്ടും നാം ദൈവത്തോടെ അവൻ പുതിയ ദിനത്തിന്റെ കൃപകൾക്കാണ് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ അവൻ വലിയൊരു പ്രത്യാശയാൽ ഒരു കാര്യം ഓർമ്മിക്കുന്നത്. ഹല്ലേലൂയ, അവൻ സാധാരണ ഉറക്കമല്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഓർമ്മിക്കുന്ന പോലെ ഹല്ലേലൂയ അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന ഉറക്കത്തിൽ നിന്ന് അവൻ നിദ്രയെ വിട്ട് അവൻ ഉണരുമ്പോൾ ഹല്ലേലൂയ അവൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ആമേൻ. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ടെത്തുന്നതാകും. ഭക്തന്മാർക്കുള്ള വലിയൊരു പ്രത്യാശയോടെ ഉണരുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നിന്റെ മുഖം കാണും. ഹല്ലേലൂയ അവൻ തിരസ്കരിക്ക അവൻ ശരീരം പ്രാപിച്ചുകൊണ്ട് അവൻ നിന്റെ മുഖം കാണും. ഹല്ലേലൂയ അവൻ വലിയ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തെ നന്ദിയോട് അവൻ ദൈവത്തെ ബഹുമാനപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃത്യമായ ആരോഗ്യമാണ് നാം കേട്ടുകൊണ്ടത്. പ്രൈസ് ഗോഡ്. ഉടുപ്പ് മലിനമാകാത്തവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാറാതെ വണ്ണം ഹല്ലേലൂയ അവൻ ദൂതന്മാരുടെ മധ്യയും അവന്റെ പിതാവിന്റെ അവൻ സാന്നിധ്യത്തിലും നിന്റെ പേര് ഹല്ലേലൂയ അവൻ എടുത്ത് പറയുവാൻ നിൽക്കണം. ദൈവം നമുക്ക് വാഗ്ദത്ത ദൈവം. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം. അവൻ നമുക്ക് വേണ്ടി അവന്റെ അവസാനത്തോടെ രക്തം പോലും ചിന്തിയ കർത്താവായ യേശുക്രിസ്തുവിനാൽ വിടുവിക്കപ്പെട്ട ദൈവം. അവൻ രക്ഷിക്കപ്പെട്ട ദൈവം. കരങ്ങളിൽ ദൈവത്തെ ബഹുമാനപ്പെടുത്തിയാൽ ഹല്ലേലൂയ പ്രത്യാശ നമുക്ക് മുന്നമേ കർത്താവിനോട് ചേർന്ന വിശുദ്ധന്മാർ അവർ ആ രൂപം കണ്ട് അവൻ സന്തോഷിക്കും. ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഒരുമിച്ച് ആകാശമേഖല എടുക്കപ്പെട്ട് ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തോട് മുഖം കണ്ട് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിൽക്കണം. അവൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിനാകണം.